തീർച്ചയായിട്ടും തെറ്റാൻ പറയുമ്പോൾ അതായത് ഇന്ന് വളരെ ഇന്നൊന്നും കൂടി ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള വിഷയം പറയാനാണ്. ഇപ്പൊ നമ്മളൊക്കെ ആണുങ്ങളുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിക്കാണ്ട് പെര വരുമ്പോൾ നമ്മൾ ഇങ്ങനെ മുണ്ടാവ് കുത്തിറക്കണ സമയത്ത് ഈറ്റകൾ വന്നുകൊണ്ട് ഇങ്ങനെ ചോറി ഈറ്റകൾ പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ വന്നാണ്ട് ഇങ്ങനെ ചോറി എത്താണ് ഞങ്ങളോട് പറഞ്ഞോടെ കാര്യങ്ങള് കാക്ക എന്താ പറയാത്ത തല്ലേക്കത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ല അനുഭവങ്ങള്. എന്നാ ബലോടറ്റത് പറഞ്ഞിട്ട് നമുക്ക് എത്തും കാര്യം ഉണ്ടോ? ഒരു കാര്യമായിട്ടില്ല. അല്ലെ എന്താ ഉണ്ടാവുക മാക്സിമം ഇമ്പല വർത്താനം കേട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സാരല്ല കാക്ക ഞാനല്ല നിങ്ങളെ കൂടെ എന്താണ് ഞങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ കുണുകുണു പറയും. നമുക്ക് ഈ കുണുകുണു കേൾക്കാൻ നേരം ഉണ്ടോ? നമുക്ക് അതിനൊന്നും നേരമില്ല. നമുക്ക് സൊല്യൂഷനാണ് വേണ്ടി. അപ്പൊ ആ സമയത്തൊക്കെ ഉണ്ടല്ലോ ഈറ്റകളെ പൊടിച്ചിക്കാണ്ട് വല്ല ജ്യൂസ് അടിച്ചുകാണ്ട് ആയിരിക്കും കൊടുക്കാനൊക്കെ തോന്നുന്നു. അതുപോലത്തുള്ള ദേഷ്യമൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇതിലുള്ള പ്രശ്നം എന്താ പറയുക, ഇതൊരു വീഡിയോ കട്ടാണ്. ഇതിന്റെ ഇടയിൽ കൂടെ കുറെ നിർദ്ദേശങ്ങളൊക്കെ വരികയാണ്. ഇതാണ് നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ല. അവിടെ ഒരു സ്വാതന്ത്ര്യം വേണ്ട ഇല്ല. അപ്പൊ നമ്മളിതിൽ പറഞ്ഞു തരുന്നപ്പോൾ വേണ്ടത് സൊല്യൂഷനാണ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അഭിമാനത്തിന് ക്ഷതം പറ്റാത്ത രീതിയിലുള്ള സൊല്യൂഷനാണ് വേണ്ടത്. അതാണ് തരാൻ വേണ്ടി പെണ്ണുങ്ങളൊക്കെ ശ്രമിക്കേണ്ടത്. അഭിമാനത്തിന് ക്ഷതം പറ്റാത്ത പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞു തരുമ്പോൾ തന്നെ പറയും നോക്കിയാണെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റൂല കേട്ടാ, അത് വേറെ ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചാള്. അപ്പോൾ അതിന്റെ പ്രശ്നം എന്താ? നമ്മളൊന്നിനും കൊള്ളാത്തവനായിരുന്നില്ല. അങ്ങനെയും പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ ഈ പെണ്ണുങ്ങൾ പറയും, പിന്നെ തല്ലുണ്ടാവില്ലേ? അപ്പോൾ പിന്നെ സൈക്കന്നെ സൈക്കോളജിക്കലായിട്ട് മൂവ് ചെയ്യണം. പറയാം ഇക്ക സാരല്ല നിങ്ങൾക്ക് പറ്റുന്നേ, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി, യു ക്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഫ്ലാറ്റാ, നിങ്ങളും ഹാപ്പി നമ്മളും ഹാപ്പി. അത്രേ ഉള്ളൂ. ഇനി എല്ലാവരും പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ വേറെ വശം കൂടി പറയാം. ഇപ്പോൾ പെണ്ണുങ്ങളും ഇതേപോലെ ഓൽക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സത്യമാണല്ലേ, നമ്മളെ പോലെ പ്രശ്നങ്ങൾ ഓൽക്കും ഉണ്ടാവും. അപ്പോൾ ഓൽക്ക് പറയാനുള്ളത് നമ്മളോട് തന്നെയാണ്. അപ്പോൾ നമ്മളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്, ഈറ്റോട് എന്തെങ്കിലും പ്രശ്നമായിട്ട് വരുമ്പോൾ അതുള്ള പൈസ മൊത്തം ചിലവാക്കാൻ നിൽക്കണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പറഞ്ഞുതരാം പോലെ. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ പെണ്ണുങ്ങൾ എന്നാണ്ട് പറയാണ്, അടുക്കളയിൽ ഞാൻ തോനെ പണിയെടുത്ത് എനിക്കൊന്ന് തോനെ തിരുമ്പാണ്ട്, എനിക്ക് തിരുമ്പിക്കാണ്ട് ആകെ പണി അയക്കണ്, അലക്കാനൊന്നും വയ്യാന്നൊക്കെ പറയുമ്പോൾ അപ്പം തന്നെ വിളിച്ചാണ്ട് വാഷിംഗ് മെഷീൻ ഓർഡർ ചെയ്യണ്ട, ചിലവാണ്. അപ്പോൾ ഒന്ന് പോയിക്കാണ്ട് പറഞ്ഞാണ്ട് എന്താണ് മോളെ എങ്ങനെയായാലും കാക്കാൻ്റെ മോളും അല്ലേ, അതൊക്കെ ശരിയാവും, ഞാൻ എല്ലാം കൂടെ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ സോപ്പ് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ 10-25,000 ലാഭാ, ഓളും ഹാപ്പി നമ്മളും ഹാപ്പി.